ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നല്ല ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഏതൊരു മീനും ഈ ഒരു രീതിയിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണ്. അത് വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. അപ്പോൾ ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സാൽമൺ മീൻ കറിയാണ്. അതേ സൗത്ത് ആഫ്രിക്കയുടെ സ്വന്തം മീനായിട്ടുള്ള സാൽമൺ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരിക്കൽ ഷോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു വരിക്കച്ചക്കയുടെ ഒരു കളറിലാണ്, ചെമ്പരത്തി വരിക്കച്ചക്കയുടെ കളറിലാണ്. നല്ല ടേസ്റ്റാണ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു മീനാണ്. നമ്മുടെ ബ്രെയിൻ ഫങ്ഷനും അതേപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ ഒരുപാടുള്ള ഒരു മീനാണ്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറിയാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. ഇപ്പം ഞാൻ ഈ വെക്കുന്ന മീൻ കറി ഇപ്പം ഞാനിപ്പോൾ സാൽമണിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ മീൻ കറി തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ഇന്നിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത്. എന്തിനാ നമ്മുടെ അയില, ചാള, മത്തി ആ ഒരു കാറ്റഗറിയിലുള്ള മീനാണെങ്കിൽ പോലും നമുക്ക് വയ്ക്കാം. ഏത് തരത്തിലുള്ള മീൻ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കുന്ന ഒരു മീൻ കറിയാണ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത്. അതിന് വേണ്ടി ഞാനൊരു 2 സവാള കുഞ്ഞു ആയിട്ട്, അതായത് ചെറിയ രീതിയിൽ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേ 350 ഗ്രാമിന് ഞാൻ സാൽമൺ കട്ട് ചെയ്ത് കഴുകി വാഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സാൽമണാണ്. അപ്പം നമുക്ക് ആദ്യം ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നതിന് മുന്നേ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം 2 തക്കാളി ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മളിങ്ങനെ അരച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറുകിയായിട്ടുള്ളൊരു ചാറ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ വെക്കാം. നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു മീൻ കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല രീതിയിലുള്ള പുളിയും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കുന്നത്. അപ്പം നമുക്കതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ 2 തക്കാളി നല്ല പേസ്റ്റാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അതേ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ പേസ്റ്റാക്കി എടുക്കാനായിട്ട്. വെള്ളവും കാര്യങ്ങളും ഒന്നും നമ്മൾ ഒഴിച്ച് വേണ്ട, പേസ്റ്റാക്കി എടുക്കാനായിട്ട് തക്കാളി മാത്രം അരച്ചെടുത്താൽ മതി. പിന്നെ അതേ ഒരു 4 പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനത്തെ വാളംപുളി ഉണ്ടല്ലോ, വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. 4 എണ്ണം എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിലാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിൽ നമുക്ക് എത്ര പരുവത്തിലാണ് ആ ഒരു മീൻ കറിക്ക് വെള്ളം വേണ്ടതെന്നനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു പുളി ഇതിനകത്ത് ഇറങ്ങി കിട്ടും. അപ്പോൾ നല്ല മീൻ കറിക്ക് തന്നെ നല്ലൊരു പുളിയായിരിക്കും നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതേ അതും കൂടെ നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വയ്ക്കാം. നമ്മൾ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുതിയ ചട്ടി നല്ല രീതിയിൽ ദീർഘകാലം നമ്മൾ നീണ്ടു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചട്ടി മേടിക്കുന്ന സമയത്ത് നാട്ടിൽ വെച്ചിട്ട് എനിക്കൊരു കടക്കാരൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. ഒരുപാട് നാൾ നമുക്ക് ചീത്തയാവാണ്ട് അല്ലെങ്കിൽ പൊട്ടിപ്പോവാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടിപ്പാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കയറി കണ്ടു നോക്കണേ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 സ്പൂൺ അളവിൽ കുറച്ച് പച്ചുലുവ ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അരിഞ്ഞ് ചേർത്താലും മതി. നമുക്ക് നന്നായിട്ട് ആ ഒരു എണ്ണയിലൊന്ന് നമുക്കിങ്ങനെ ഒന്ന് ഇതാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു എണ്ണയിൽ നല്ല രീതിയിൽ ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ മണം ഇറങ്ങുകയും നമ്മുടെ ആ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ആ ഒരു നമ്മൾ മീൻ കറി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നമുക്ക് അതിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 വറ്റൽമുളകും കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതും കൂടെ നമുക്ക് ഇതിനകത്ത് തന്നെ സോട്ട് ചെയ്യാം. ചെറിയ രീതിയിലൊന്ന് സോട്ട് ചെയ്താൽ മതി, കാരണം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആദ്യം തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാളയും നമ്മുടെ പച്ചമുളകും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി സവാള വാടുന്നതിന് വേണ്ടി നമുക്ക് ലേശം അളവിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ ഈ ഒരു സവാള അത്യാവശ്യം
നല്ല രീതിയിൽ നമുക്കൊന്ന് വഴണ്ട് കിട്ടണം. വഴണ്ട് കിട്ടുന്ന സമയത്ത് വേണം നമ്മൾ ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴണ്ട് കിട്ടട്ടെ. ചട്ടിയിലായതുകൊണ്ട് തന്നെ ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് കിട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ സാൽമൺ ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീനാണ് കേട്ടോ ഈ ഒരു സാൽമൺ ഫിഷിൻ്റെ. അതിനകത്തുനിന്ന് നല്ല രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ അതിനകത്ത് എണ്ണ ഇറങ്ങും. അത് നമ്മുടെ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് കേട്ടോ ഒമേഗ 3 ഫാറ്റി ആസിഡ്. നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കറിക്കും പ്രത്യേക ഒരു ടേസ്റ്റും അതേപോലെ ആ ഒരു നെയ്യൊക്കെ തെളിഞ്ഞ് നിൽക്കുന്ന ഒരു തരം കറിയാണ് കേട്ടോ ഇത്. നമുക്ക് ഈ ഒരു മീൻ്റെ കറി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഇട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു മീനിൻ്റെ ആ ഒരു ഫ്രൈ പാൻ ഉണ്ടല്ലോ, അതിനകത്ത് കണ്ടോ നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിനേക്ക് ഒഴിക്കുവാണ്. അപ്പം ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. മീനെല്ലാം അതിനകത്തൊന്ന് ചട്ടിയിലിട്ടൊന്ന് ഇറങ്ങാനായിട്ട് നമുക്കതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ആ കറിക്കകത്ത് മുങ്ങിക്കിടക്കണ്ട, പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. ഒരുപാട് നേരമൊന്നും വേവിക്കേണ്ട ഒരു മീനൊന്നും അല്ല ഇത്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്താലാണെങ്കിലും അതേപോലെ ഇതേപോലെ കറി വെക്കുവാണെങ്കിലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു മീനാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാധാരണ രീതിയിലുള്ളൊരു മീൻ, നമ്മൾ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മീനാണെങ്കിൽ നമ്മൾ സാധാരണ വേവിക്കുന്ന അതേപോലെ അത്ര നേരമൊക്കെ ഇട്ട് വേവിക്കണം കേട്ടോ. അതേ നമുക്കിനി ഇതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിനിയിപ്പോൾ ഇതൊരു കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് വരാം. കുറച്ച് നേരം ഇരുന്ന് അടച്ച് വെച്ച് വെന്തിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാൽമൺ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു മുളക് മീൻകറിയാണ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. മുന്നേ പറഞ്ഞതുപോലെ ഏതൊരു മീനും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല കുറുകിയ ചാറോടുള്ള അടിപൊളിയായിട്ടുള്ളൊരു മീൻകറിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ മീൻകറിയൊക്കെ തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മീൻകറിയാണ്. അപ്പോൾ ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു രീതിയിൽ എല്ലാവരും മീൻകറിയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഈ ഒരു രീതിയിൽ മീൻകറി തയ്യാറാക്കുമ്പോൾ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതേപോലെ ഉള്ള റെസിപ്പീസ് ഒരുപാട് നമ്മുടെ ചാനലിൽ മീൻകറി പല ടൈപ്പിലുള്ള മീൻകറി ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അവരെല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.